കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഷോർട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി. ഇപ്പോൾ നിങ്ങൾ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആദ്യം ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഇത് നോക്കിയിട്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നും അല്ലേ? കാരണം എന്തൊക്കെയോ നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കാം. എന്നിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇതുപോലെ നിങ്ങൾ സ്റ്റിക്കി നോട്ട്ബുക്കിൽ എഴുതി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് മലയാളത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ രീതിയിൽ സൈഡിലൊന്ന് എഴുതി വെക്കാം. ഇതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എക്സാമിന് കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇയേഴ്സ് ചോദിക്കാൻ അല്ലെങ്കിൽ നമ്പേഴ്സ് ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഓരോ പാരഗ്രാഫ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നമ്പേഴ്സും കാര്യങ്ങളോ അല്ലെങ്കിൽ ഇയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സൈഡിലായിട്ട് മാർക്ക് ചെയ്ത് വെക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ നോട്ട്ബുക്കും കാര്യങ്ങളും യൂസ് ചെയ്യരുത്. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവസാന സമയത്ത് നമുക്ക് എല്ലാ നോട്ട്ബുക്കും കാണുമ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇയേഴ്സ് ഒക്കെ സൈഡിൽ വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിൽ നോട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി നോട്ട്ബുക്കിൽ എഴുതി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ടോപ്പിക്സ് ഉണ്ടായിരിക്കും. ആ ടോപ്പിക്കിനൊക്കെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് എല്ലാം ഇരുന്ന് വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ് മാത്രം പഠിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമായിരിക്കും നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ക്വിക്ക് റിവിഷന് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വലിയൊരു പാരഗ്രാഫ് വായിക്കുന്ന സമയത്ത് അതിനെ നമുക്ക് ഷോർട്ട് ആക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഡയഗ്രാംസ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് ആക്കി മാറ്റുക. ഇപ്പോൾ നമ്മളൊരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു പാരഗ്രാഫിൽ നിന്ന് എന്താണോ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ അതൊരു ഫ്ലോ ചാർട്ട് പോലെ സൈഡിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടോപ്പിക്ക് വായിച്ചിട്ട് അതിനെ ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് പോലെ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിനെ നിങ്ങൾക്ക് ഡയഗ്രാം ആക്കിയിട്ട് ഇതുപോലൊക്കെ ഇങ്ങനെ മാറ്റി വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതും നല്ലതായിരിക്കും. ഇപ്പം നീറ്റ് എക്സാമിൻ്റെ കാര്യമാണല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് സ്വന്തമായിട്ട് വായിക്കുക. നിങ്ങളുടെ കയ്യിൽ NCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കും, അത് സ്വന്തമായിട്ട് ആദ്യം വായിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ റെഫർ ചെയ്യുക, ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ദെൻ ആ ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ടോപ്പിക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിക്കോ ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് ഇതുപോലെ ഒന്ന് മാറ്റി വരയ്ക്കൊക്കെ വെച്ച് അല്ലെങ്കിൽ മാറ്റി എഴുതി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പിന്നീട് റിവിഷനൊക്കെ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയി. ഈ ഒരു ഷോർട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലോട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതുകൂടാതെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ട്രിക്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം.